174 Sustainable Development. Chapter 1 Concept of Sustainable Development, and we are discussing the second question. What is the second question? Explain the nature of sustainable development. So here in this part, what we need to do is to explain about the or discuss about the nature of sustainable development. സുസ്ഥിര വികസനത്തിന്റെ പ്രകൃതം എന്താണ് എന്ന് ചർച്ച ചെയ്യണം. അതാണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യേണ്ടത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ആൻ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഫോർ മീറ്റിംഗ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഗോൾസ്. മാനവ വികാസ ലക്ഷ്യങ്ങൾ, മനുഷ്യ ജീവിതത്തിന്റെ വികസനത്തിന് കുറെ ലക്ഷ്യങ്ങളുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ നേടേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള സുസ്ഥിര വികസനത്തിനെ ക്രമീകരിക്കേണ്ടുന്ന ചില തത്വശാസ്ത്രങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുക. സുസ്ഥിര വികസനം നേടിക്കൊണ്ട് മാത്രമാണ് മാനവ വികസനം സാധ്യമാകുമെന്നും അത് നടപ്പിലാക്കാൻ വേണ്ടി ഏതേത് പ്രിൻസിപ്പിൾസ് ആണ്, ഏതേത് തത്വശാസ്ത്രങ്ങളാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുമുള്ള ചർച്ചയാണ് വാസ്തവത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള ചർച്ച. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് നാച്ചുറൽ സിസ്റ്റംസ് ടു പ്രൊവൈഡ് ദ നാച്ചുറൽ റിസോഴ്സസ് ഓൺ വിച്ച് ദ ഇക്കണോമി ആൻഡ് സൊസൈറ്റി ഡിപ്പെൻഡ്. നമ്മുടെ ഇക്കണോമി ആയാലും നമ്മുടെ സൊസൈറ്റി ആയാലും കുറെ നാച്ചുറൽ സിസ്റ്റംസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് അതിൽ നിന്നാണ്. മഴ, മഞ്ഞ്, വെയില്, സൂര്യപ്രകാശം, സൺ, ഇത്തരം കാര്യങ്ങൾ, വനങ്ങള്, തടാകങ്ങള്, പച്ച പുൽ മൈതാനങ്ങള്, ഇവയൊക്കെ നമുക്കുണ്ട്. അപ്പൊ ഈ നാച്ചുറൽ സിസ്റ്റംസിനൊക്കെ നമ്മുടെ എക്കണോമിക്കും നമ്മുടെ സൊസൈറ്റിക്കും ഒക്കെ എന്തൊക്കെയോ നൽകാനുണ്ട്. അഥവാ നമ്മുടെ സൊസൈറ്റി ഈ നാച്ചുറൽ റിസോഴ്സസിനെയും നാച്ചുറൽ സിസ്റ്റത്തിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അവ തമ്മിലുള്ള ഇന്റർ കണക്ഷനാണ് വാസ്തവത്തിലുള്ള നമ്മുടെ ചർച്ച എന്ന് പറയുന്നത്. സോ കീപ്പിംഗ് ഇൻ വ്യൂ ദാറ്റ് വി പാസ് ഓൺ ടു അവർ ചിൽഡ്രൻ, വാട്ട് വി പാസ് ഓൺ ടു അവർ ചിൽഡ്രൻ, നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് എന്താണ് കൈമാറി കൊടുക്കുന്നത് എന്ന് എടുത്തു നോക്കുമ്പോൾ, ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ, നമ്മുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും നമ്മുടെ ഈ ഭൂമിയിലെ ഏതേത് പുതുമയാർന്ന വിഭവങ്ങളാണ് കൈമാറി കൊടുക്കുന്നത് എന്നത് കണക്കിലെടുക്കുമ്പോൾ വി മസ്റ്റ് തിങ്ക് ഓഫ് ദ ഫുൾ റേഞ്ച് ഓഫ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എത്ര ഭൗതിക മൂലധനം അതുപോലെ തന്നെ മാനുഷ്യ മൂലധനം നമ്മൾ ഇതിനു വേണ്ടി മുടക്കണം എന്നതാണ്. ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ ദാറ്റ് വി ഹാൻഡ് ഓവർ ടു ദം. കാരണം ഇവയെല്ലാം നമ്മൾ അടുത്ത തലമുറയ്ക്ക് പണം മാത്രമല്ല, നമ്മൾ അടുത്ത തലമുറയ്ക്ക് ബാങ്ക് ബാലൻസ് മാത്രമല്ല നൽകാൻ പോകുന്നത്. അതാണ് ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പണവും കെട്ടിടവും സൗകര്യങ്ങളും റോഡുകളും പാലങ്ങളും ഒക്കെ പണിതുണ്ടാക്കി അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കും. ഒപ്പം തന്നെ മനുഷ്യാധ്വാനം, ഹ്യൂമൻ ക്യാപിറ്റൽ, ഒപ്പം തന്നെ പ്രകൃതി വിഭവങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ അടുത്ത ജനറേഷന് നമ്മൾ കൈമാറി കൊടുക്കാനുള്ളതാണ്. വി ആർ ഗോയിങ് ടു ഹാൻഡ് ഓവർ ടു ദം വിച്ച് വിൽ ഡിറ്റർമൈൻ ദെയർ വെൽഫെയർ. ആ വിഭവങ്ങളാണ് നമ്മൾ അവർക്ക് കൈമാറി കൊടുക്കാൻ പോകുന്ന ഈ മൂന്ന് തരം വിഭവങ്ങൾ. ഏതൊക്കെയാണ്? ഫിസിക്കൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ്. ഈ മൂന്ന് വിഭവങ്ങളാണ് അവരുടെ ഭാവി ക്ഷേമം, അവരുടെ ഫ്യൂച്ചർ വെൽഫെയറിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. സോ adopting the principle of sustainable development would necessarily require a fundamental change in thinking. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന തത്വശാസ്ത്രം നമ്മൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഇന്നലെ വരെ ചിന്തിച്ച രീതികളിൽ നിന്ന് മാറി ഒരു സമൂലമായ മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ തിങ്കിങ് ലെവലിൽ തന്നെ ഒരു ഫണ്ടമെന്റലായ ചേഞ്ച് ആവശ്യമായി വരുന്നു. The data used for decision making must reflect the true cost of the resource depletion and pollution. നമ്മൾ തീരുമാനമെടുക്കാൻ നേരത്ത് ഒരു കാര്യങ്ങൾ, നമ്മൾ നാളിതുവരെ നടത്തിയ മലിനീകരണം, പൊല്യൂഷൻ, നമ്മൾ നാളിതുവരെ നടത്തിയ പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം, ഡിപ്ലീഷൻ, അതിനെന്ത് യഥാർത്ഥത്തിൽ എന്ത് വില നമ്മൾ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതിന്റെ ശരിയായ സ്ഥിതി വിവര കണക്ക് നമ്മൾ എടുക്കണം. എന്നിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് നടത്താൻ, എന്നിട്ട് വേണം നമുക്കൊരു തീരുമാനമെടുക്കൽ നടത്താൻ. ആസ് ദേ അഫക്റ്റ് ഫ്യൂച്ചർ ജനറേഷൻസ്. അത് ഏത് തരത്തിലാണ് നമ്മുടെ ഈ തെറ്റായ തീരുമാനങ്ങൾ വരും തലമുറകളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട്, റാദർ ദാൻ ജസ്റ്റ് ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഡിപ്ലീറ്റിംഗ് റിസോഴ്സസ്. തൽക്കാല വിഭവങ്ങൾ തീർന്നു പോകുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം കുറയും. പെട്രോളിയം ഭൂമിയിലെ അടിത്തട്ടിൽ അതിന്റെ അളവ് ഇനി ശോഷിച്ച് ഇല്ലാണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോളിയം ഉൽപാദനത്തിലൂടെ പെട്രോളിയം
ഉപയോഗിച്ചുള്ള ഉൽപാദന വ്യവസ്ഥയ്ക്ക് ഒരു ചെറിയ പ്രഹരമേൽക്കും, അവിടെ ലാഭം കുറയും. അങ്ങനെയുള്ള ഷോർട്ട് ടേം കോസ്റ്റ് മാത്രമല്ല ചിന്തിക്കേണ്ടത്, അത് ലോങ് ടേം കോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, വരും തലമുറയ്ക്ക് കൂടി അവശേഷിപ്പിച്ചു പോകുന്ന നഷ്ടങ്ങളും കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതും നമ്മൾ തിരിച്ചറിയണം. ദ ഡാറ്റ മസ്റ്റ് ടേക്ക് അക്കൗണ്ട് ഓഫ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ഓൺ പാർ വിത്ത് കറന്റ് നീഡ്സ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇനി സ്ഥിതിവിവര കണക്കെടുക്കുമ്പോൾ ഒരു രീതിയിലും കൂടി ചിന്തിക്കണം, ഭാവിയിലെ തലമുറയുടെ ആവശ്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളും തമ്മിൽ ഒത്തൊരുമിച്ച് പോകുന്ന രീതിയിലാണോ, അതിനോട് പരസ്പരം കമ്പയർ ചെയ്യണം. ഫ്യൂച്ചറിനെയും പ്രസന്റിന്റെ നീഡ്സിനെയും ഫ്യൂച്ചറിന്റെ നീഡ്സിനെയും കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെന്നോളം തന്നെ പ്രധാനമാണ് എന്ന രീതിയിൽ നമ്മൾ അത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സീഗ്ഫ്രിഡ് വോൺ സിരിയാസി വോൺട്രപ്പ്, ആരാണ്? സീഗ്ഫ്രിഡ് വോൺ സിരിയാസി വോൺട്രപ്പ്. അദ്ദേഹം ഒരു ജർമ്മൻ അക്കാദമീഷ്യൻ ആയിരുന്നു. 1906 ജനിച്ചത്. ജർമ്മനിയിലെ ലാംഗൺബർഗിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ ഹിറ്റ്ലറുടെ ഈ യുദ്ധത്തിന്റെ സമയത്തുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു 1931 കാലഘട്ടങ്ങളിൽ. എന്തുകൊണ്ട് ഇദ്ദേഹം ഒരു എൻവയോൺമെന്റലിസ്റ്റ് ഒക്കെയാണ്. സിരിയാസി വോൺട്രപ്പ് 1952 ഒരു കാര്യം ഊന്നി പറയുന്നതായിട്ട് നമുക്കറിയാം. ഹാസ് എംഫസൈസ്ഡ് ഓൺ ദ യൂസ് ഓഫ് സേഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ കൺസർവേഷൻ. കൺസർവേഷന് വേണ്ടിയിട്ട്, അതായത് പ്രകൃതി സംരക്ഷണത്തിനും വിഭവ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് സുരക്ഷിതമായ ഒരു മിനിമം സ്റ്റാൻഡേർഡ്, അതായത് ഒരു ത്രഷോൾഡ് ലിമിറ്റ് നമ്മൾ നിശ്ചയിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. സേഫ് മിനിമം സ്റ്റാൻഡേർഡ്, പരമാവധി വനം വെട്ടിയാൽ എന്തോരം വരെ വെട്ടാം, എന്തോരം അതിനപ്പുറത്തേക്ക് കടന്നുപോയാൽ ദോഷമാകും എന്നുള്ള ഒരു കണക്ക്, അതാണ് സേഫ് മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതെല്ലാം എല്ലാ കാര്യവും, ഒരു ശുദ്ധജലം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ എന്തോരം വരെ ഉപയോഗിക്കാം, എന്തോരം അളവിന് അപ്പുറത്തേക്ക് കടന്നുപോയാൽ അത് പ്രശ്നമാകും എന്നുള്ള കാര്യങ്ങൾ. ബൈ ലിമിറ്റിംഗ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിനിമം സ്റ്റാൻഡേർഡ് നിശ്ചയിക്കേണ്ടതെന്ന് അർത്ഥം. ഇതാരാണ് പറഞ്ഞത്? സിരിയാസി വോൺട്രപ്പാണ് പറഞ്ഞത്. അദ്ദേഹം ഊന്നി പറഞ്ഞത് മനുഷ്യന്റെ ഹ്യൂമൻ ആക്ടിവിറ്റീനെ ലിമിറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ബൈ അവോയ്ഡിങ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്രിട്ടിക്കൽ സോൺസ് ഓഫ് ദി എൻവയോൺമെന്റ്. പരിസ്ഥിതിയുടെ ഈ പ്രധാനപ്പെട്ട സോണുകളെ ഓവർ അതായത് വനമായാലും ശരി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ സോണുകൾ, തടാകമായാലും ശരി, ശുദ്ധജലമായാലും ശരി, അവയെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതി നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ ഓവർ ആക്ടിവിറ്റി ബൈ ഹ്യൂമൻസ് വിൽ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റിവേഴ്സ് എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ. മനുഷ്യര് ഓവർ ആക്ടിവിറ്റി നടത്തുമ്പോൾ പരിസ്ഥിതിയുടെ ഡീഗ്രഡേഷൻ തീർച്ചയായിട്ടും അത് നമുക്ക് പഴയപടി പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. പരിസ്ഥിതി നശിച്ചു പോയത് വീണ്ടും പഴയപടി ആക്കാൻ സാധിക്കില്ല. മനുഷ്യൻ കൃഷിക്കും മറ്റുമൊക്കെ ആയിട്ട് വനഭൂമിയൊക്കെ വല്ലാതങ്ങ് വെട്ടിത്തെളിക്കുമ്പോൾ വീണ്ടും പിന്നീട് ഒരിക്കലും പഴയ വനഭൂമി നമുക്ക് സൃഷ്ടിക്കാനോ പഴയ അന്തരീക്ഷവായുവിന്റെ ശുദ്ധി നമുക്ക് കൊണ്ടുവരുവാനോ സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ദസ് ദി ഐഡിയ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിക്വയേഴ്സ് എ കെയർഫുൾ കൺസിഡറേഷൻ ഓഫ് സസ്റ്റൈനബിൾ ത്രഷോൾഡ് ലെവൽസ്. അപ്പോൾ സുസ്ഥിര വികസനം എന്ന ആശയം എന്ന് പറയുന്ന വളരെ ശ്രദ്ധാപൂർവമായ ഒരു പരിഗണന അർഹിക്കുന്ന വിഷയമാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ത്രഷോൾഡ് ലെവലുകൾ ഏതൊക്കെയാണ് എന്ന് നിശ്ചയിക്കല്. എന്താണ് ത്രഷോൾഡ് ലെവൽ എന്ന് പറയുന്നത്? മിനിമം എത്രമാത്രം വേണം, മാക്സിമം പരമാവധി എന്തോരം വരെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സസ്റ്റൈനബിൾ ത്രഷോൾഡാണ് നമുക്ക് നിശ്ചയിക്കേണ്ടത്. ആ ത്രഷോൾഡ് നോക്കി, ആ അളവുകോല് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഫോർ ബോത്ത് എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ സിസ്റ്റംസ്. എക്കണോമിക് സിസ്റ്റം പ്രവർത്തിക്കുമ്പോഴും എൻവയോൺമെന്റൽ സിസ്റ്റം പ്രവർത്തിക്കുമ്പോഴും ഈ ത്രഷോൾഡിനുള്ളിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, deforestation may be necessary for agriculture in the development in a regional economy like Brazil. ബ്രസീൽ നമുക്കറിയാം ഒരു തെക്കേ അമേരിക്കൻ രാജ്യമാണ്, സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. അതിസമ്പന്ന രാജ്യങ്ങളെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും അവിടെ നമുക്ക് കൃഷി വികസിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ പോപ്പുലേഷന്, ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് കാർഷിക പുരോഗതി ഉണ്ടായാൽ മതിയാവും. പക്ഷേ അവിടെ വനം വെട്ടിത്തെളിക്കാതെ അത് സാധ്യവുമല്ല കൃഷിയുടെ വികാസം. അപ്പോൾ എന്തോരം വനം വെട്ടിത്തെളിക്കണം എന്നത് ഒരു പ്രധാന പ്രശ്നമാണ്. ചിത്രത്തിൽ കാണുന്നത് അവിടെ കൃഷിക്ക് വേണ്ടി വനഭൂമി വെട്ടിത്തെളിച്ച പ്രദേശങ്ങളാണ്. സോ ബാക്കിയെല്ലാം വനമാണ്. അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ഇൻ റീജിയണൽ എക്കണോമി. പക്ഷെ ബ്രസീലിനെ സംബന്ധിച്ച് അവിടെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് പ്രധാനമാണ്. പക്ഷേ ലോകത്തിലുള്ള വലിയ വനമുള്ള ഒരു പ്രദേശത്ത് ഇത്രയധികം വനം നശിച്ചു പോയാൽ ലോകത്തിനുണ്ടാകാൻ പോകുന്ന ഹാനി മാരകമായിരിക്കും.
but it could prove fatal എന്ന് പറഞ്ഞാൽ മാരകം and detrimental to global ecological stability. ആഗോള പരിസ്ഥിതി സുസ്ഥിരതയ്ക്ക് ഇത് വലിയ തിരിച്ചടിയായി പോകും കൂടുതൽ വനം വെട്ടിത്തെളിച്ചാൽ. സോ when a country experiences rapid population growth, ഒരു രാജ്യം ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ച അനുഭവപ്പെടുന്ന സമയത്ത്, ഓർ ഡ്രാമാറ്റിക് അർബനൈസേഷൻ, നാടകീയമായ നഗരവൽക്കരണം ഉണ്ടാകുന്ന സമയത്ത്, അവിടെ ആ രാജ്യത്തിന്റെ GNP പെട്ടെന്ന് കുതിച്ചുയരുന്ന കാണാൻ കഴിയും. അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ദേശീയ വരുമാനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ബട്ട് ദിസ് ഇൻക്രീസ്ഡ് GNP മേ ഹൈഡ് ഓർ കമഫ്ലാഷ് സം ഓഫ് ദ മേജർ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ്. പക്ഷേ ഈ വർദ്ധിച്ച GNP ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പല വികസനവുമായി ബന്ധപ്പെട്ട വേറെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും, കാമഫ്ലാഷ് ആയി പോകും. അല്ലെങ്കിൽ കാമഫ്ലാഷ് ആയി പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് മറഞ്ഞു പോവുക, ഹൈഡായി പോവുക എന്നർത്ഥം. അറിയപ്പെടാതെ പോകും, കണ്ണിൽപ്പെടാതെ, ശ്രദ്ധിക്കപ്പെടാതെ പോകും. അതാണ് കാമഫ്ലാഷ് ആയി പോവുക എന്നത്. എന്തൊക്കെയാണ് ഈ പെട്ടെന്നുള്ള നഗര പുരോഗതിയും പെട്ടെന്നുള്ള GNP വർധനവും ഒക്കെ കൂട്ടത്തിൽ കൂടി വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ് അവിടെ മാസ്ക് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ? GNP ഗ്രോത്തിനിടയിൽ ഇൻകം ഇൻഇക്വാലിറ്റി ഉണ്ടാവും. സമ്പന്നൻ ദരിദ്രൻ എന്നുള്ള വ്യത്യാസം, വരുമാന വിതരണത്തിലെ ആ ഡിസ്പാരിറ്റി ഉണ്ടാകും, അത് കൂടും. സമ്പന്നനും അതിദരിദ്രനും അതിസമ്പന്നനും തമ്മിലുള്ള വ്യത്യാസം വളരെയധികമാകും. ഇത് സാമൂഹ്യ പ്രശ്നമാണ്. പോവർട്ടി, ദാരിദ്ര്യം, ഡെസ്പൈറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോൾ കൂടി പോവർട്ടി റേറ്റ്സ് മേ റിമെയിൻ ഹൈ, ദാരിദ്ര്യത്തിന് നിരക്ക് ഉയർന്നു തന്നെ ഇരിക്കും. എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ഉണ്ടാവും, പരിസ്ഥിതി അപജയം ഉണ്ടാവും. എൻവയോൺമെന്റൽ ഇഷ്യൂസ് ലൈക്ക് പൊല്യൂഷൻ, ഡീഫോറസ്റ്റേഷൻ ആൻഡ് റിസോഴ്സ് ഡിപ്ലീഷൻ, അതായത് മലിനീകരണം, വനനശീകരണം, വിഭവങ്ങളുടെ ശോഷണം, ഇതൊക്കെ ഉണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ചസ്, അതുപോലെ തന്നെ റോഡുകൾ, കെട്ടിടങ്ങൾ, ശുചിത്വ സൗകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ഗതാഗത സൗകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തികയാതെ വരും. പോപ്പുലേഷൻ കൂടുകയും ടൗൺ ഡെവലപ്പ് ചെയ്യുകയും അർബൻ സിറ്റീസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ മറുവശത്ത് വരുമാനം വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ ജനജീവിതം ദുസ്സഹമാകാൻ ഇതൊക്കെ മതി. സോഷ്യൽ സർവീസ് ട്രെയിനുകൾ ഉണ്ടാവും, ഹെൽത്ത് കെയർ മേഖലയിൽ, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയിൽ, ചികിത്സാ രംഗത്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും. ഹോസ്പിറ്റലുകളോ ഡോക്ടർമാരോ സൗകര്യങ്ങൾ ആവശ്യത്തിനില്ലാത്ത അവസ്ഥ. പെട്ടെന്ന് പോപ്പുലേഷൻ കൂടുകയും നഗരവൽക്കരണം ഉണ്ടാവുകയും വരുമാന വർധനം ഉണ്ടാവുകയും ചെയ്യുമ്പോഴും മറുവശത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ അർബൻ പോവർട്ടി ആൻഡ് സ്ലം ഫോർമേഷൻ, നഗരങ്ങളിലുള്ള ദാരിദ്ര്യം, ചേരി രൂപീകരണം, അതൊക്കെ ഉണ്ടാവാം. സോ the same difficulty arises when the world demand for the raw resources from a country to meet increasing global needs. ഇതേ പ്രശ്നം തന്നെയാണ് ഉണ്ടാവുക. ലോകത്തിന് അസംസ്കൃത പദാർത്ഥങ്ങൾ വേണം ഒരു രാജ്യത്ത് നിന്ന്. കാരണം ലോകത്തിന് വർദ്ധിച്ച തോതിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ റിസോഴ്സസ് ഉള്ള വനങ്ങളുള്ള സ്ഥലത്ത് നിന്നല്ലേ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ലോകത്തിന് കഴിയൂ. അപ്പോൾ തടാകങ്ങളുള്ളിടത്തു നിന്നല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശേഖരിക്കാൻ കഴിയൂ. ശുദ്ധജലവും അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ലോകത്തിന് മുഴുവനും വേണ്ടി ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെ പിന്നെയും വർദ്ധിച്ച തോതിൽ ചൂഷണം ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിൽ നമ്മൾ വരുന്ന എക്സ്പ്ലെയിൻ ദ നേച്ചർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രകൃതം എന്താണ് എന്നുള്ള. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്? അത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഗോളുകളെ ഒരു വശത്തു കൂടി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറുവശത്തു കൂടി നമ്മുടെ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറിക്കൊടുക്കേണ്ടുന്ന നല്ല നല്ല വിഭവങ്ങളും കൂടിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ പെട്ടെന്ന് തീരുമാനമെടുത്ത് പോകാതെ പഴയ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകളൊക്കെ പഠിച്ചിട്ട് വേണം തീരുമാനമെടുത്ത് പോകാൻ. തൽക്കാല നഷ്ടങ്ങളെക്കുറിച്ചല്ല, ഭാവി തലമുറയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ നഷ്ടങ്ങളെക്കുറിച്ച് കൂടി കണക്കിലെടുക്കണം എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ കൺസർവേഷൻ സ്റ്റാൻഡേർഡുകൾ എപ്പോഴും ഒരു സേഫ് മിനിമം യൂസ് വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെന്ന് സിരിയാസി വാൺട്രപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരിക്കൽ നശിച്ചുപോയ എൻവയോൺമെന്റിനെ പിന്നെ റിവേഴ്സ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്നും പറയുന്നു, എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ സംഭവിച്ച ഭൂമിയെ. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയത്തിന് ഒരു കെയർഫുൾ കൺസിഡറേഷൻ വേണം. സസ്റ്റൈനബിൾ ത്രഷോൾഡ് ലെവലുകൾ, അതായത് ഒരു മിനിമം മാക്സിമം ഉപയോഗ സാധ്യത, അതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. വനനശീകരണം ബ്രസീലിൽ അവിടുത്തെ കൃഷിക്ക് തൽക്കാലം ആവശ്യമാണ്, പക്ഷേ ലോകത്തിന് ഇക്കോളജിക്കൽ സ്റ്റെബിലിറ്റി തകരാൻ അത് ഇടയാക്കും. അപ്പോൾ നമ്മൾ ഒരു വശത്തു കൂടെ നാടകീയമായ നഗരവൽക്കരണവും പോപ്പുലേഷൻ ഗ്രോത്തും ഉണ്ടാകുമ്പോൾ ആ കൂട്ടത്തിൽ കൂടി അറിയപ്പെടാതെ പോകുന്ന കുറേ പ്രശ്നങ്ങൾ കുറയാണ്. ഈ GNP കമഫ്ലാഷ് ചെയ്ത് കളയുന്ന, മറച്ചു കളയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇൻകം ഇനീക്വാലിറ്റി ഉണ്ടാകും, പോവർട്ടി ഉണ്ടാകും,
എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ഉണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ച് ചാലഞ്ചസ് ഉണ്ടാവും, സോഷ്യൽ സർവീസ് മേഖലയിലുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എന്നിവ ശ്രദ്ധിക്കപ്പെടാതെ പോകും, അർബൻ പോവർട്ടിയും ചേരികളുടെ രൂപീകരണം